കാര്യങ്ങൾ ഇയാൾക്ക് അറിയില്ലല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇത് വിളിച്ചപ്പോൾ നിർത്താം. ഈ തറയുന്ന ഈ ആഹാരം കഴിയുമ്പോൾ ഈ ആറ്റിലെ പയ്യന്മാർ വന്ന് അത് ക്ലീൻ ചെയ്തിട്ട് സ്ഥലം ക്ലീൻ ചെയ്തിട്ട്, അപ്പം നമ്മൾ അത് വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിക്കാൻ പോലെന്ന് ഇല്ല, അത് കഴിച്ചു തന്നെ പറ്റുള്ളൂ. ഒരു മനുഷ്യനെന്ന ഒരു പരിഗണന പോലും ഒരു നടനായ സുരേഷ് ചേട്ടന് ലൊക്കേഷനിൽ കിട്ടാറ് കുറവാണ് അല്ലേ? അപ്പോൾ പുള്ളി അവിടെ കസേരയിൽ ഇരിപ്പിട്ട് ഞാൻ താഴെയാണ് ഇരിക്കേണ്ടത്, മറ്റൊരു ആർട്ടിസ്റ്റ് അപ്പുറത്തുണ്ടാവും. ശരിക്കും എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ജീവമായി ഇപ്പോൾ എന്നൊക്കെ പറയുമല്ലോ. അല്ല, ഇങ്ങനത്തെ ഒരു ഇൻസൾട്ടിങ് ഒക്കെ എങ്ങനെ സഹിക്കുന്നു താങ്കൾ? പക്ഷേ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സിനിമയിൽ തന്നെ എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ളവരൊക്കെ പിന്നീട് സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോഴൊക്കെ എന്നെ അതിൽ കൂട്ടിയിട്ടില്ല. പല്ലില്ല, അധികം ഗ്ലാമറുള്ള ആളല്ല, പ്രായം ചെന്ന ആളാണ്. ഈ ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്ക് കുറേ നല്ലൊരു കാശ് കിട്ടിയതാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. പലരും വാങ്ങിച്ചിട്ട് പോയി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചിട്ടില്ല, തെങ്ങിക്കെട്ടി കുറേ നേരം നിർത്തിയിട്ട് പറഞ്ഞു വിട്ടു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ, മലയാളികൾക്ക് എന്നും പ്രിയനായ നടൻ സുരേഷ് ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. എവിടെ കുറേ നമ്മൾ കണ്ടിട്ട് എങ്ങനെ പോകുന്നു? ഇപ്പോൾ കാണാമല്ലോ, ബംഗാളി കാണാം. മിസ്റ്റർ ബംഗാളിയിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുകയാണ്. അവർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ്. ചേട്ടൻ കുറേ കഥാപാത്രങ്ങൾ ചെയ്തു അല്ലേ? ഇത് ഒരു മുഖ്യ കഥാപാത്രമായിട്ട് വരുവാണ്. അതെ, നായകനായിട്ട് വരുവാണ്. നായകനാണ് എന്ന് പറയാം. ജീവിതത്തിൽ മമ്മൂട്ടി ഫാൻസാണോ? ഞാൻ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒരേപോലത്തെ ആരാധകനാണ്. ഒരുമിച്ചുള്ള ആരാധകനാണ് അല്ലേ? പിന്നെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് നടന്മാരുണ്ട്. ഇങ്ങനെ യാത്ര ഒത്തിരി നടന്മാരുമായിട്ട് ഇഷ്ടമാണ്. അതെ, നിവിൻ പോളി, ആദ്യത്തെ സിനിമ അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ ഒരാളും കൂടെയാണ് ഞാൻ. ആദ്യത്തെ സിനിമ അവിടെ നിന്നാണ് വരുന്നത്. അതെ, അഭിനയം പഠിക്കുന്നത് അവിടെ നിന്നാണ്. അഭിനയം പഠിക്കുന്ന അവിടെ നിന്നാണ് അല്ലേ? എനിക്കൊന്ന് ചേട്ടാ, ഒത്തിരി സിനിമയ്ക്ക് വേണ്ടത്ര സിനിമകളിലേക്ക് ചേട്ടനെ ഈ ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസർമാരും കൊണ്ടുവന്നിട്ടില്ല എന്ന് എനിക്ക് സ്വയം തോന്നുന്നുണ്ട്. നല്ല കഴിവുള്ള ഒരു ആക്ടർ, നമ്മളൊക്കെ എപ്പോഴും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു ആക്ടറാണ് താങ്കൾ. സുരേഷ് ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. എനിക്ക് കാര്യം എന്താണെന്നറിയാം, ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് ഒരു ആർട്ടിസ്റ്റിന് അവരായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെയല്ലേ നോക്കുക. പിന്നെ ഈ കഥാപാത്രത്തിന് ഈ ഇന്ന ആർട്ടിസ്റ്റ് തന്നെ വേണം എന്ന് തീരുമാനിക്കുന്ന ഡയറക്ടർക്ക് അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ടുള്ളവരാണ് ഞാൻ കൂടുതൽ സിനിമയിലും അഭിനയിച്ചിട്ടുള്ളത് ഒക്കെ. പിന്നെ എന്താണെന്നറിയോ, നമ്മൾ വന്ന കളരിയിൽ നിന്നുമല്ലാതെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രോത്സാഹനമോ അങ്ങനെയൊന്നും നമുക്ക് ശരിക്കും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ട്. അതുണ്ട്, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നിവിൻ സാറായിരുന്നാലും അബ്ദുൽ ഹുസൈൻ സാറായിരുന്നാലും നമുക്ക് നല്ല പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളവരാണ്. പക്ഷേ ആ സിനിമയിൽ തന്നെ എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ളവരൊക്കെ പിന്നീട് സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോഴൊക്കെ എന്നെ അതിൽ കൂട്ടിയിട്ടില്ല. ചിലപ്പോൾ എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ അതിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അവർ ഇനിയും ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്നെ വിളിക്കുമായിരിക്കും. സ്വയം സമാധാനിക്കുന്നു നമ്മൾ. അതെ, നമുക്ക് അതിലൊരു സങ്കടമുണ്ട്. അതെ, കൂടുതൽ പ്രോത്സാഹനം ഈ രണ്ടുപേരും ഒഴികെ എനിക്കത് ആരും തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഇട്ടിമണിയിൽ അഭിനയിക്കുമ്പോൾ ഡയലോഗ് ഞാൻ പറയുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് പറയുക, ഫാസ്റ്റാണ് പറയുക. അപ്പോൾ ലാലേട്ടൻ പറയാം അങ്ങനെയല്ല, സ്പീഡ് കുറച്ച് പറയാൻ എന്നൊക്കെ നമുക്ക് ക്ലാസ് തന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു ഷോട്ട് കഴിയുമ്പോൾ ഞാനും നെടുമങ്ങാട് അസീസ് ഞങ്ങൾ പോയി ചോദിക്കും, സാറേ എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കൈ കാണിക്കും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അല്ലാതെ പിന്നെ നമ്മളെന്താ വേറെ ആരും അങ്ങനെയാണല്ലോ. അല്ല, ഇവരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ പോയി ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഇവരൊക്കെ നമ്മളോട് ഓരോ കാര്യം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഇപ്പോൾ പറഞ്ഞ പോലെ അല്ലേ? അതെ, ഇപ്പോൾ മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നടൻ അദ്ദേഹമാണ് ഈ ആക്ഷൻ ഹീറോ ബീറ്റ് കഴിയുമ്പോൾ എന്നെ ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട്, നമുക്ക് കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് പേര് പറയാൻ പറ്റില്ല? പേര് പറഞ്ഞാൽ അത് പിന്നീട് പുള്ളിക്ക് സന്തോഷമാവുമല്ലോ, എൻ്റെ പേര് പറഞ്ഞല്ലോ എന്നുള്ളത്. അത് വേണ്ട, പുള്ളിക്ക് അറിയാതിരിക്കും അത്. നമുക്ക് ഒരുമിച്ച് കൂടണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എത്രയോ പടങ്ങൾ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിൽ പോലും നമ്മളെ വിളിച്ചിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് അതിൽ
അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് പറ്റിയ വേഷങ്ങളിൽ ഉണ്ടാകില്ലായിരിക്കും. പിന്നെ എന്നിൽ തന്നെ കുറേ എന്താ പറയുക പരിമിതമായ കുറേ സംഭവങ്ങളുണ്ടല്ലോ. പല്ലില്ല, അധികം ഗ്ലാമറുള്ള ആളല്ല, പ്രായം ചെന്ന ആളാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള കഥാപാത്രങ്ങളെ അവർക്ക് കിട്ടുമ്പോൾ വിളിക്കുമായിരിക്കും. എന്ന് ഇടയ്ക്ക് ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ സീനിയറായിട്ടുള്ള ഒരു നടനാണ്. ചെറുപ്പകാലം തൊട്ട് സിനിമയിലുള്ള ആണല്ലോ. ആ പുള്ളിയെ നമുക്ക് ചെറുപ്പകാലം തൊട്ട് നമ്മൾ ആ പുള്ളിയുടെ ഒരു ചെറിയ ഫാൻസും കൂടിയാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിലൂടെയും പല പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് സിനിമയിലെത്തിയതാണ്. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ആ ഷൂട്ട് എടുക്കേണ്ട ഡയലോഗ് പറയാനുണ്ട്. ഇപ്പോൾ പുള്ളി സ്ക്രിപ്റ്റ് വായിച്ചോ എന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ അടുത്ത സ്ക്രിപ്റ്റ് ചോദിക്കില്ല, എനിക്ക് സ്ക്രിപ്റ്റും തരില്ല. ഈ അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരെ വന്ന് ഡയലോഗ് ഇതാണ് ഡയലോഗ്, ഇങ്ങനെയാണ് സീൻ പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി അവിടെ കസേരയിൽ ഇരിപ്പിട്ട് ഞാൻ താഴെയാണ് ഇരിക്കേണ്ടത്, മറ്റൊരു ആർട്ടിസ്റ്റ് അപ്പുറത്തുണ്ടാവും. എവിടെ ചേട്ടനോട് താഴെ ഇരിക്കണം? താഴെയാണ് ഇരിക്കണം, പുള്ളി കസേരയാണ് ഇരിക്കുന്നത്. ആ സീൻ അങ്ങനെയാണ്, ആ ഷോട്ട് അങ്ങനെയാണ്. അപ്പോൾ എല്ലാ പുതിയതായിട്ട് അഭിനയിക്കാൻ വന്നവരും യൂണിറ്റുള്ളവരെല്ലാവരും ക്യാമറയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഡയലോഗ് പുള്ളിക്ക് എന്താണ് ഡയലോഗ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലെ സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് ആ ഡയലോഗ് പറഞ്ഞു, എന്നെ വിളിക്കണം എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി എന്നോട് ചോദിക്കണേ, സുരേഷ് എന്നെ അഭിനയം പഠിപ്പിക്കുകയാണോ? നമ്മൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുള്ളിയുടെ അടുത്ത് പോയിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇത്ര ആൾക്കാർ ചോദിച്ചു, സുരേഷ് എന്നെ അഭിനയം പഠിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എന്താ പറയുക, നിർജീവമായി പോയി എന്നൊക്കെ പറയുമല്ലോ. ഞാൻ പ്രതിമകളൊക്കെ അങ്ങനെ തന്നെ ഇരുന്ന് പോയി. പിന്നീട് ആ ലൊക്കേഷനിൽ എന്നെ ആരും എനിക്ക് ആരും ഒരു വില തരിക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റാണെന്നൊന്നും എന്താ പറയുക, ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നവരും പോലും എൻ്റെ ടെക്നിക് സൈഡിലുള്ളവർ പോലും നമ്മളെ പിന്നെ അത് ആ ഒരു രീതിക്ക് കണ്ട. അത് ആ സിനിമ തീരുന്നത് വരെ എനിക്ക് ഭയങ്കര വിഷമം. എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞ് പോയാൽ മതി എന്നായിപ്പോയി. സിനിമ വരാൻ പോകണം, റിലീസായിട്ടില്ല. സിനിമയുടെ പേരും ഞാൻ പറയുന്നില്ല, അവർ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കാട്ടി എത്രയോ വലിയ മഹാനടന്മാരോടൊപ്പം നമ്മൾ ലാലേട്ടൻ്റെ കൂടെ ആയിരുന്നാലും മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോഴും നമുക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളതല്ലാതെ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ബംഗാളി എന്ന സിനിമയിൽ തന്നെ അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താ പറയുക, ഈ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ കാഷ്യർ ഫുഡെടുത്ത് തറയിലെറിഞ്ഞു കൊടുക്കും ഈ ബംഗാളിക്ക്. അപ്പോൾ അത് ആ സീനാണത്. അപ്പോൾ ഈ ബംഗാളി വളരെ കിട്ടാത്ത ആഹാരമാണത്, എന്തോ ഇറച്ചിക്കറിയോ എന്തോ ആണത്. അപ്പോൾ പുള്ളി അത് തറയിൽ വാരി കഴിക്കുന്ന ഷോട്ടാണ്. ഞാൻ എൻ്റെ ചോദിച്ചാൽ കുഴപ്പമില്ല, നമ്മളെന്ന് വെച്ചാൽ നമ്മൾ പണ്ടും ഈ തറയിൽ കിടക്കണക്കെടുത്ത് കഴിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല. ഞങ്ങൾ 5-6 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പരിചയമില്ലാത്തവർ വന്ന് നമ്മൾ പാത്രത്തിൽ നിന്ന് ആഹാരത്ത് കഴിക്കുക അല്ലെങ്കിൽ അവരെ പാത്രത്തിൽ കഴിക്കാൻ പറയുകയൊക്കെ ചെയ്യും. നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ട്. ഈ തറയിൽ നിന്ന് ഈ ആഹാരത്ത് കഴിയുമ്പോൾ ഈ ആറ്റിലെ പയ്യന്മാർ വന്ന് അത് ക്ലീൻ ചെയ്തിട്ട് സ്ഥലം ക്ലീൻ ചെയ്തിട്ട് ഓക്കെ ഇവിടെ കുഴപ്പമില്ല കഴിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂറോളം കഴിഞ്ഞാൽ പിന്നെ ക്യാമറ തന്നെ അവിടെ കൊണ്ട് വയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് അതുവഴി ശരിക്കും ആൾക്കാർ നടന്നു തുടങ്ങി. ഇപ്പോൾ ഈ ഡയറക്ടർക്ക് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ, അല്ലാതെ ക്ലീൻ ചെയ്തതാണ്. കാര്യം പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. പുള്ളി ആർട്ടിലുള്ള ആരെങ്കിലും നോക്കിയപ്പോൾ അവിടെ പയ്യന്മാരും ഇല്ല, അവരെന്തോ സാധനം എന്തോ മേടിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിക്കാൻ പോയെന്ന് ചോദിച്ചാൽ ഇല്ല, അത് കഴിക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഷോട്ട് എടുക്കാൻ പോയി നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്ത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്, വേറെ സ്ഥലത്തേക്ക് പോകണം. അത് പിന്നെ നമ്മൾ അഭിനയിക്കാൻ വന്നതല്ലേ. ശരിക്കും അഭിനയിച്ചത് അപ്പോഴാണ്, ജീവിതത്തിൽ ഞാൻ അഭിനയിച്ചത് അപ്പോഴാണ്. കാര്യം ആ അഭിനയത്തിനിടയിലുള്ള ഒരു അഭിനയം നമുക്ക് അറിയാം, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതെങ്കിലും ആ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്നുള്ളത് വല്ലാത്ത ദുഃഖമായി അല്ലേ. ആ ദുഃഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാര്യം അത് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും എന്താണ് ആ സിനിമയിൽ അങ്ങനെ ഒരു സീക്വൻസ് ഉള്ളത്, എന്തിനാണ് ഉൾപ്പെടുത്തിയെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വേഷമല്ല ബംഗാളികൾ. ഇതിലെനിക്ക് കോമഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുള്ള അല്ല, ഇത് വേറെ തരം ഒരു ക്യാരക്ടറാണ്. അല്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു? ഒരു നടനാണല്ലോ നമ്മൾ, പ്രേക്ഷകർ അംഗീകരിച്ച നടനാണ് സുരേഷ് ചേട്ടൻ. അല്ല, നടനാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യരാവട്ടെ, ഒരു എന്താ പറയുക, ഒരു ഭിക്ഷക്കാരനോടും അങ്ങനെ ആരും കാണിക്കാറില്ലല്ലോ അല്ലേ. ഒരു പേപ്പറിലെങ്കിലും കൊടുക്കും ആഹാരം.
ഭിക്ഷക്കാരനോട് പോലും ചെയ്യാൻ പാടില്ല. നടൻ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ ഒരു പരിഗണന, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ളതല്ലല്ലോ പരിഗണന. ഒരു മനുഷ്യനാണ്. അല്ലാതെ ഒരു ഭിക്ഷക്കാരനായിരുന്നാലും ഈ തറയിൽ ആഹാരം ഇട്ട് കൊടുക്കുക അത് സിനിമയ്ക്ക് ആവശ്യമാവും. പക്ഷേ അത് ചെയ്യുന്ന ആളിനോട് അത് ആരായിരുന്നാലും ആ ഒരു മാന്യതയൊക്കെ കുറച്ചൊക്കെ വേണമല്ലോ, അല്ലേ? പിന്നെ എന്താ പറയുക, നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ, അത് നമ്മൾ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നൊരു സിനിമ. ആ സിനിമ നമ്മുടെ ഭാവം കൊണ്ട് ഒരു കുഴപ്പമുണ്ടാകരുതെന്ന് കരുതിയിട്ടുള്ളത്. ഈ എനിക്ക് അറിയാമെന്നുള്ള ഒരു കാര്യം, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ആദ്യകാലത്തേക്കുള്ള എൻ്റെ യാത്ര. അപ്പോൾ ഒരു കുറച്ച് ഹിന്ദിക്കാർ ഫാമിലി ആയി യാത്ര ചെയ്യുന്നുണ്ട്. വളരെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പാവങ്ങളാണ്. അപ്പോൾ വളരെ 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് വിശന്നിട്ട് കരയുന്നുണ്ട്. 2 3 വയസ്സ് വരും. അപ്പോൾ ഈ കുഞ്ഞിനെ ഈ സ്ത്രീ ഇരുന്ന സീറ്റിൽ നിന്ന് കൊച്ചു അങ്ങോട്ട് നീങ്ങി ഇരുന്നിട്ട് ആ കുഞ്ഞിനെ ആ സീറ്റിൽ ഇരുത്തിയിട്ട് ആ സീറ്റൊന്ന് തുടച്ചിട്ട് ചപ്പാത്തി വെച്ച് കൊടുക്കുക ആ സീറ്റിൽ. എന്നിട്ട് എന്താ പിക്കിൾസ് എന്തോ അതും കൂടെ വെച്ചു ആ കുഞ്ഞ് ആ പാത്രത്തിൽ നിന്നെടുത്ത് കഴിക്കുമ്പോൾ ആ സീറ്റിൽ നിന്നെടുത്ത് കഴിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നീട്. ഓക്കെ, അത് കഴിക്കുമ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ ഓർമ്മ വന്നു. ഇപ്പോഴും എനിക്ക് ആ കുഞ്ഞിനെ ഓർമ്മ വന്നു. ഒരു മനുഷ്യനെന്ന ഒരു പരിഗണന പോലും ഒരു നടനായ സുരേഷ് ചേട്ടന് ലൊക്കേഷനിൽ കിട്ടാറ് കുറവാണ്, അല്ലേ? അത് പല സ്ഥലത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ചില സ്ഥലത്ത് നല്ല പരിഗണന കിട്ടിയിട്ടുണ്ട്. നല്ല പരിഗണന ചില ലൊക്കേഷനിലും താമസമായിരുന്നാലും ഭക്ഷണമായിരുന്നാലും യാത്രയായിരുന്നാലും ഒക്കെ വളരെ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ റൂമുകളിൽ വരെ തിരിച്ചു വ്യത്യാസം ഉണ്ടല്ലേ ചില ലൊക്കേഷനിൽ പോകുമ്പോൾ? അല്ല, എനിക്കങ്ങനെ റൂമുകളിലൊന്നും എനിക്ക് വലിയ സംഭവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ചെറിയ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ, അതായത് ചെറിയ ബഡ്ജറ്റ് കുറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ വീടിങ്ങ റൂമൊക്കെ കിട്ടുക, ചിലപ്പോൾ ഒന്നിലധികം പേര് റൂം. എനിക്ക് ഒറ്റയ്ക്ക് റൂമിൽ ഒറ്റയ്ക്ക് ഉണ്ടാവുക എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ഐഡിയ വരും, എന്തെങ്കിലും വരുമ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് ഇരുന്നാലും. പണ്ടാണെങ്കിൽ പാനയും പേപ്പറാണ്, ഇപ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുറേ സംഘർഷഭരിതമായ ദിവസങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇവരൊക്കെ പിന്നീട് ഇവരൊക്കെ രാവിലെ ഇപ്പോൾ രാത്രിയൊക്കെ റൂമിൽ പോയി ചിലപ്പോൾ 1-2 പേരുടെ കൂടെ താമസിക്കാൻ പറ്റുന്നു. രാവിലെ ഇതൊന്നും പറയില്ല സുരേഷ് ചേട്ടൻ, എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവരെന്താണ് പറയുന്നത്? അല്ല, അത് നമ്മൾ വളരെ അടുപ്പമുള്ളവരത്തെ പറയത്തുള്ളൂ. ഇപ്പോൾ ആർക്ക് അടുപ്പമുള്ള കുറച്ച് 2-3 പ്രൊഡക്ഷൻ കൺട്രോൾസ് അവരടുത്തല്ലേ നമുക്കതിന് പറയാൻ പറ്റില്ല. ഡയറക്ടറൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സീൻ വെട്ടി കുറയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷെ എനിക്ക് അതിനൊന്നും അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ സീൻ വെട്ടി കുറച്ചാലും ഉണ്ടായിരുന്നാലും എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടും എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ബംഗാളി എനിക്ക് കിട്ടിയ ഒരു സംഭവം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹിച്ചിട്ടുണ്ട്. യാത്രയിലും ഉറക്കത്തിലും ഒക്കെ സഹിച്ചിട്ടുണ്ട്, ഭക്ഷണത്തിലും ഒക്കെ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ ഒരു സെൻട്രൽ ക്യാരക്ടറിന് വേണ്ടി ഒത്തിരി സഹിച്ചു. ക്യാരക്ടറിന് വേണ്ടിയിട്ടല്ല, സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2ാമത്തെ കൊല്ലം പഠിക്കുക. ഇപ്പോൾ സിനിമ തന്നെയാണ് എൻ്റെ മോഷണം തുടങ്ങിയത് സിനിമയിൽ നിന്നാണ്. തമ്പാനൂർ പള്ളിയിൽ നിന്ന് ഈ ചെരുപ്പടിച്ച് മാറ്റി മാർക്കറ്റ് കൊണ്ട് വിറ്റ് ആ പൈസ കൊണ്ട് സിനിമ കാണാനൊക്കെ സിനിമയ്ക്ക് വേണ്ടി കുട്ടിക്കാലം തൊട്ട് നമ്മൾ എന്തോ ഒരു സംഭവമാണ് അത്. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നമ്മളെന്തും സഹിക്കും എന്നുള്ള ഒരു രീതിയാണ് എൻ്റേത്. തമ്പാനൂർ പള്ളി അല്ലേ? തമ്പാനൂർ പള്ളിയാണ് എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു മോഷണ കേന്ദ്രം. അവിടെ ഈ വെള്ളിയാഴ്ചയൊക്കെ നിസ്കാരത്തിന് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും. വലിയ പള്ളിയാണല്ലോ. അപ്പോഴത്തെ ചെരുപ്പൊക്കെ അടിച്ച് മാറ്റി വിറ്റ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിടിക്കപ്പെട്ടിട്ടില്ലേ? പിടിച്ച് തെങ്ങി കെട്ടി വെച്ചിട്ടുണ്ട്. അടിച്ചിട്ടില്ല, തെങ്ങി കെട്ടി കുറേ നേരം നിർത്തിയിട്ട് പറഞ്ഞു വിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ 8ാം ക്ലാസ് 2ാം കൊല്ലം പഠിക്കുമ്പോൾ ഞാൻ ദിവസം അക്കാലത്ത് നമുക്ക് ഇന്നത്തെ പോലെ ഈ 11 മണി ഷോ ഒന്നുമില്ല. 11 മണി രാവിലെയുള്ള ഷോ അങ്ങനെയൊന്നുമില്ല. അവിടെ ആകെ ഉള്ളത് ശ്രീകുമാർ ശ്രീ വിശാഖ്. അതിൽ ഈ ശ്രീ വിശാഖ് തിയേറ്ററിൽ ഇംഗ്ലീഷ് പടങ്ങളാണ് എപ്പോഴും, ഹോളിവുഡ്. അങ്ങനെ നമ്മൾ ഈ ഹോളിവുഡ് സിനിമകൾ എപ്പോഴും കാണണം. അങ്ങനെ 1:15 അവിടെ ഷോ, ഫസ്റ്റ് ഷോ. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് ഞാൻ കയറാറില്ല. സ്കൂളിൽ ഞാൻ പഠിച്ച SMB സ്കൂളാണ്, ശ്രീമൂലം വിലാസം സ്കൂൾ, ഓവർബ്രിഡ്ജ്. അതിൻ്റെ അടുത്താണ് തിയേറ്റർ കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൻ്റെ മതിൽ പിൻഭാഗത്ത് ഇപ്പോൾ അതിൽ അതൊക്കെ ഞാനൊക്കെ ചാടിയതുകൊണ്ടായിരിക്കും ആ മതിലൊക്കെ ഇപ്പോൾ കെട്ടി പൊക്കി വെച്ചിട്ടുണ്ട്. പട്ടണത്തിൽ ഞങ്ങൾ ആ മതിലൊക്കെ ചാടി ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഊണുണ്ട്, അതും കഴിച്ചിട്ട്
ചാടി തിയേറ്ററിൽ സിനിമ കാണൊക്കെ ജോലി. അങ്ങനെ ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ പിടിച്ച് വാർണിംഗ് ഒന്നും തന്നില്ല, ഡിസ്മിസ് സ്കൂളിൽ പറഞ്ഞു. അമ്മയെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അപ്പം ഞാൻ കരുതി എന്തോ സമ്മാനമെല്ലാം കിട്ടാനായിരിക്കും എന്ന് പറഞ്ഞാൽ അമ്മയെ വിളിച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ പാവം കണിഞ്ഞൊക്കെ ഒഴിഞ്ഞ് മറ്റേ കറിച്ചട്ടിയിലെ കരിയൊക്കെ എടുത്ത് തലയിലൊക്കെ തേച്ച് കണ്ണിലൊക്കെ തേച്ചൊക്കെ വന്ന അമ്മയും വിചാരിച്ച് എന്തോ ഒരു സമ്മാനം മോന് കിട്ടാൻ പോകുന്നു. ചെന്നത് ഹെഡ് മാസ്റ്റർ ടി സി എടുത്ത്, ഇതെൻ്റെ മോനെ ഈ സ്കൂളിൽ പഠിക്കാൻ ഇഷ്ടമില്ല, അവന് വേറെ എവിടെയെങ്കിലും കൂട്ടി ചേർക്കാൻ പോകും. അങ്ങനെ പിന്നെ അമ്മ അവിടുന്ന് ഞങ്ങളുടെ വീട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. റോഡേ അമ്മ ഇങ്ങനെ കരച്ചിലും പഴി പറച്ചിലും ചെറിയ വിളിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വിഷാദ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ മുമ്പേ അങ്ങ് പോവുകയാണ്. അപ്പം ഞാൻ അമ്മ തല്ലും, ഇപ്പോഴും തല്ലും മുമ്പേ. അപ്പോൾ അമ്മ കുറച്ച് ക്യാപ്പിട്ടില്ല, ഞാൻ പിന്നാലെ പോകണം. എന്തായാലും വീടെത്തുമ്പോൾ അടി ഉറപ്പാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ വിഷാദ തിയേറ്ററിൽ കറക്റ്റ് ടൈമായിരുന്നു അവിടെ ക്യൂ തുറന്നിട്ട്. ഞാൻ എന്നിട്ട് കാര്യപ്പോൾ സിനിമ ഉണ്ട് എന്തായാലും അടി കിട്ടും. പിന്നെ രാത്രി കണ്ട വീട്ടിൽ പോയത്. പിന്നെ അമ്മയ്ക്ക് 6 മക്കളാണ്, അതിൽ ഞാൻ മാത്രമേ ആണായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹമുള്ളതുകൊണ്ട് അമ്മ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് മറന്നു. പിന്നെ അവർ വേറെ സ്കൂളിലൊക്കെ നോക്കി. ശരിക്കും പഠിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അതാ സത്യം. അല്ല, എനിക്ക് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മകനൊരു സമ്മാനം കിട്ടാവുന്നത് കരിച്ചട്ടി എടുത്തിട്ട് കണ്ണെഴുതി കമ്മീഷൻ മേടിക്കാൻ പോലും പൈസ ഇല്ല എന്നാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമാണ്. കമ്മീഷൻ മേടിക്കാൻ പോലും പൈസ ഇല്ല, അന്ന് നിസ്സാര പൈസ. അതെടുത്ത് കണ്ണെഴുതി തലയിൽ നരപ്പ് മാറ്റിയിട്ട് വന്നു എന്ന് പറയുമ്പോൾ അമ്മയുടെ ഒരു സന്തോഷം, അവിടെ ഒരു ടി സി കിട്ടുമ്പോഴുള്ള സങ്കടവും അല്ലേ. പാവമ്മ. ഇപ്പം അമ്മയ്ക്ക് അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇപ്പം അമ്മയ്ക്ക് നല്ല സന്തോഷം, ഹാപ്പിയാണ്. അല്ല, മകൻ്റെ ഒരു വളർച്ച കാണുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. പക്ഷെ ആ മകനെല്ലാം ഉള്ളിൽ ഒതുക്കിയാണ് അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പം ഇവിടെ ഇരുന്നാണ് ഈ സങ്കടങ്ങൾ കുറച്ച് പറയുന്നത്, ഉണ്ടാവുന്ന അവസ്ഥ. ഒന്നും അമ്മയോട് പറയുന്നില്ലോ. ഇല്ല, അമ്മയുടെ പറയാൻ എങ്ങനെ പറയാൻ പറ്റുക? അമ്മയുടെ ഞാനിങ്ങനെ അതൊന്നും എൻ്റെ അടുത്ത കൂട്ടുകാർക്ക് വളരെ ചെറുക്കെ അറിയാവുള്ളൂ കാര്യങ്ങളൊക്കെ, അല്ലാതെ ഒരുപാട് പേർക്കൊന്നും അറിയില്ല. ഞാൻ ഇപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനെന്നല്ല സഹിക്കാൻ തയ്യാറാണ്. അതെ, എന്നെപ്പോലെ എത്രയോ പേരുണ്ട് സിനിമയ്ക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായിട്ടുണ്ട്. എത്രയോ പേരുണ്ട്, അവരൊക്കെ സിനിമയിൽ ഉണ്ട്. അവരൊക്കെ സിനിമയിൽ എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്, സിനിമയിൽ നിലനിന്ന് വിജയം ആവർത്തിക്കുന്നുണ്ട് പലരും. അത് ശരിയാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അതായിട്ടാണ് ചേട്ടന് തോന്നിയത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അത് നമുക്കിപ്പോൾ മമ്മൂക്കയുടെ കഥ എടുത്ത് നോക്കാമല്ലോ. അദ്ദേഹം എത്രയോ ചെറിയ സീനുകളിൽ നിന്ന് അഭിനയിക്കാൻ വന്നു, എത്രയോ പേരെ പോയി കണ്ടു. ഈയിടയ്ക്ക് ആദം അയ്യൂബ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഞാൻ ഗൂഗിളിൽ വായിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മമ്മൂക്ക ഒരു സിനിമ ബി.എ. ബക്കർ എന്ന് പറഞ്ഞൊരു സംവിധായകൻ്റെ സിനിമയിൽ അത് ചാൻസ് ഉണ്ടോ എന്ന് വിളിക്കാൻ ചെന്ന് ചോദിക്കുകയും അദ്ദേഹം അതിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുള്ള കഥ. അപ്പോൾ അതുപോലെ നമുക്കൊക്കെ ഒരുപാട് സഹിച്ചിട്ടല്ലേ ഇത്രയൊക്കെ ആയത്. അതും നമുക്ക് നോക്കാനുള്ളൂ. പിന്നെ അഭിനയമല്ല എൻ്റെ ലക്ഷ്യം സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു അസോസിയേറ്റ് ഡയറക്ടറെങ്കിലും ആവുക എന്നുള്ളതാണ്. ഇപ്പോഴും ജീവിക്കാനുള്ള പ്രാരാബ്ധ ബുദ്ധിമുട്ട്, സാമ്പത്തിക ക്ലേശങ്ങളുള്ളത് കൊണ്ട് നമ്മളിപ്പം ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. സാമ്പത്തികമായിട്ടൊന്നും സേഫ് ആയിട്ടില്ല. ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ ആരോടാണ് ഷെയർ ചെയ്യുന്നത്? ആരോടും ഷെയർ ചെയ്യില്ല, ഉള്ളിൽ തന്നെ. ഉള്ളിലിടുവാണ്. അല്ല, ഇയാൾ ചുമ്മാ ഇങ്ങനെ നോക്കി ഇതാക്കിയിട്ട് എനിക്ക് സമയം അറിയാം, അത് സംഭവം അറിയാം, സമയം അറിയാം. തുടങ്ങിയുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് നിർത്തിയെന്ന്. കാര്യങ്ങൾ ഇയാൾക്ക് അറിയില്ലല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ ചെറുപ്പം നിർത്താം ഇത് പരിപാടി. അതെ, ഇന്ത്യൻ റെയിൽവേക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവാം. ഇയാളൊന്ന് വിറ്റ്നസ് ആയാൽ മതി. കട്ട് ചെയ്ത് അല്ല, അത്തോട്ട് പറഞ്ഞു പറയാനുള്ള എന്താ വെച്ചാൽ പറഞ്ഞോളൂ, വിട്ട് തുറന്നിട്ട്. അത് ഞാനേ ഇത് കണ്ടത് രാവിലെ വെളുപ്പിലെ 3:30 ട്രെയിൻ കയറാനാണ് പറഞ്ഞത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്, ഇത്രയും ദൂരെ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അവിടുന്ന് എന്നത് വെളുപ്പിന് 3:30 മണിക്ക് വണ്ടി കയറാൻ പറഞ്ഞു, എറണാകുളം എക്സ്പ്രസ്സിൽ കയറാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു, ഈ 3:30 മണിക്ക് ഞാൻ കയറണമെങ്കിൽ ഞാൻ ഈ രാത്രി ഉറങ്ങാതിരിക്കണം.
നമ്മൾ കുറച്ചുകൂടെ സമയം നമ്മൾ ഇൻ്റർവ്യൂ സമയം കുറച്ചുകൂടെ ഒരു 11 മണിക്കാക്കുള്ളത്. 10 മണിക്ക് തുടങ്ങുന്ന ഇൻ്റർവ്യൂ. ഞാനിത് ആദ്യമായിട്ട് സിനിമയുടെ പ്രൊമോഷൻ 10 മണിക്കൊക്കെ നമ്മൾ ഒരു 11 മണിക്ക് ഇപ്പം നിങ്ങളായിരുന്നാലും ഒരു 11 മണിക്ക് 10 മണി കഴിഞ്ഞിട്ടൊക്കെ അല്ലേ എല്ലാവരും എത്തത്തുള്ളൂ. ഞാൻ മുഴുവൻ ഷെഡ്യൂൾ ചേട്ടൻ തന്നായിരുന്നു. മുഴുവൻ ഷെഡ്യൂൾ തന്നത്. കാരണം ഈ പറഞ്ഞ ആൾക്കാരെല്ലാം വെയിറ്റിംഗ് നിൽക്കുന്നത് കൊണ്ട് അവർ ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ താമസം, ആ 2 മണിക്കൂർ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പോകുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചാൽ 10 തൊട്ട് 12 വരെയുള്ള സംഭവം, 12 വരെയുള്ള സംഭവം മുഴുവൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ പുറത്ത് അവരിവിടെ കാത്തു നിൽക്കുമ്പോ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എങ്കിൽ ഇതിപ്പോൾ ഇവിടെ ചെന്ന് നിർത്താം. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ അവിടെ നിൽക്കും. ഞാൻ അവിടെ നിന്ന് ഞാൻ വീഡിയോ കോളിട്ട് കാണിച്ചു തന്നെയാണ് ഇയാളെ വണ്ടി ഇപ്പോൾ എവിടെ നിൽക്കണം എന്നുള്ളത്. വണ്ടി എവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോ കോളിട്ട് കാണിച്ചു തന്നെയല്ലേ. ശരിയാണ്, ഞാൻ പറയാതെ കാര്യമൊക്കെ അതാണ്. ഈ പറഞ്ഞ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ അവര് അതും ഇതൊക്കെ നമ്മളോട് പറയുന്നു. നമുക്ക് വേണ്ടി വന്നവരാണ്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അതെനിക്കറിയാം. എനിക്ക് പക്ഷേ അത് എൻ്റെ മാത്രം തലയെ കൊണ്ടുവയ്ക്കുന്ന ഒരു ഉത്തരവാദിത്തമായിട്ട് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. പറഞ്ഞത് രീതിയിലാണ് പറഞ്ഞത്. ചേട്ടൻ 7:30 ഇവിടെ വരാം, ഇവിടെ റൂം എനിക്ക് വേണം, ജോലി കിടന്നുറങ്ങാം. അതല്ല ഞാൻ പറഞ്ഞു. ആ വണ്ടി അത് ആ 3:30 മണിക്കുള്ള വെളുപ്പം രാത്രി 3:30 മണിക്കുള്ള വണ്ടിക്ക് ഞാൻ കയറണമെങ്കിൽ ഞാൻ ഇന്നലെ ഉറങ്ങാണ്ടിരിക്കണം. പക്ഷേ ഞാൻ അല്പം ഉറങ്ങിപ്പോയി, ലേറ്റായിപ്പോയി. അപ്പോൾ എന്നിട്ട് ഞാൻ എത്ര മണിക്ക്, ഞാൻ 4 മണിക്ക് വേണ്ടിയിട്ട് കുളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് 6:15 വണ്ടിക്ക് 6:45 വണ്ടിക്ക് ഞാൻ പോകുന്നത്. ശരി ശരി ശരി, കാര്യം നടക്കട്ടെ. ഇനിയിപ്പോൾ അതിനായിട്ട് ഇത് വേണ്ട, കാര്യം നടക്കട്ടെ. ശരി, സോറി സോറി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സീൻ അനുഭവപ്പെടുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ എൻ്റെ പ്രൊഡ്യൂസറാണോ ഡയറക്ടറാണോ ആരാണോ അങ്ങനെ കയറി വേണ്ടിയിട്ട് ഒരു ആക്ടറിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ആ ആക്ടറിനൊരു വിലയില്ലേ? സ്വാഭാവികമാണ് ഇങ്ങനൊരു താമസമൊക്കെ എല്ലാ സ്ഥലത്തും. ഞാൻ അതിനു മുമ്പ് ഞാൻ ഒരു സംഭവം ഒരു സെക്കൻഡ്. ഈ വേഷം കണ്ടോ? ഇതാ ഇന്നലത്തെ എൻ്റെ വേഷം. ഞാനൊരു സിനിമയുടെ അഭിനയിക്കുന്ന വർക്കിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സാറ് പറഞ്ഞു, സുരേഷ് പോകുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ടപ്പോൾ അത് ഞാനൊരു 3-4 മാസം കൊണ്ട് നടക്കുകയാണ്. ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല. ഒന്ന് നടന്നു കഴിഞ്ഞ് തലവഴി വേർത്ത് ഒലിച്ചിറക്കും. ഇതിനിടെ കൂടെ ഇത് ബ്ലാക്ക് ചെയ്തു മുടി. ബ്ലാക്ക് ചെയ്യുമ്പോൾ അതും കൂടെ ഇതും കൂടെ ഒലിച്ചിറക്കി ആകെ ഒരു എന്താ പറയുക 2 ആഴ്ചയോളം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് സങ്കടം അനുഭവിച്ചത്. രാത്രി 12:30 മണിയായി നാഗർകോവിലിൽ നിന്ന് റൂമിലെത്തുമ്പോൾ പിന്നെ ഇത് ബാർബറ വീട്ടിൽ പോയി ബാർബറെ കണ്ടുപിടിച്ചുണർത്തി അങ്ങനെയല്ല നമ്മൾ പരിചയമുള്ള ആളായതുകൊണ്ട് ആളെ വീട്ടിൽ ഇരുന്ന് തന്നെ കട്ട് ചെയ്ത് തന്ന് ഒക്കെ ചെയ്ത് വന്നു. അത് മുടി ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് ഞാൻ സംഭവം വന്ന് കുളിച്ചപ്പോൾ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. എത്ര ദിവസമാണ് ഉറങ്ങാതിരുന്നത്. പക്ഷേ ഉറങ്ങിപ്പോയെന്ന് വെച്ചാൽ ഒരുപാട് ഉറങ്ങിപ്പോയല്ലോ, ഒരു 10-20 മിനിറ്റ് ലേറ്റായി പോയി. ഞാൻ നോക്കുമ്പോൾ ആ വണ്ടി ആപ്പിലടിച്ച് നോക്കിയപ്പോൾ വണ്ടി പോയി കഴിഞ്ഞു, ഹെർണർ പോയി കഴിഞ്ഞു. അല്ല, ഇങ്ങനെയൊക്കെ ഒരു നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ വന്നൊരാൾ കയറി പറയുമ്പം സ്വാഭാവികമായിട്ട് ചേട്ടനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അത് ഞാനും കൂടെ അനുഭവിക്കുന്നു. അതല്ല നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ നമ്മളെ സൈഡ് മാത്രം നോക്കിയിട്ട് പറയില്ല. കുറഞ്ഞ 1-1.5 മണിക്കൂറായിട്ട് അദ്ദേഹം കുറച്ച് ടെൻഷൻ അനുഭവിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ടെൻഷൻ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് ഇരുത്തിക്കുന്നു ഒക്കെ അങ്ങനെയൊക്കെ വന്നു. സംഭവിച്ചെന്താണെന്ന് പുള്ളിക്കറിയില്ല. നമ്മളെ ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വെസ്റ്റ് ക്യാബിൻ എന്താ പറയുക സ്ഥലത്ത് 50 മിനിറ്റ് 50 മിനിറ്റ് വണ്ടി അവിടെ പിടിച്ചിട്ടത്. അപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ 2 സൈഡിൽ ഈ ഗുഡ്സ് വാഗനും കാര്യങ്ങളും റേപ്പാളവും റോഡില്ല. അപ്പോൾ ഞാൻ അവിടെ ടീച്ചേഴ്സ് അറിയാമെന്നുള്ള ടീച്ചേഴ്സ് ചോദിച്ചപ്പോൾ ചേട്ടാ ഇവിടെ നിന്ന് അടുത്തൊന്നും റോഡില്ല, ഇപ്പോൾ വണ്ടി എടുക്കുമെന്ന് പറഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കണം. വണ്ടി മൂവ് ചെയ്തൊരു 1/2 കിലോമീറ്റർ ഓടിയിട്ടില്ല, വീണ്ടും വണ്ടി അവിടെ നിർത്തിയിട്ടില്ല. അപ്പോഴത്തേക്ക് റോഡെത്തി, ഭാഗ്യത്തിന് റോഡെത്തി. ഞാൻ പെട്ടിയെടുത്ത് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച്, സത്യം പെട്ടിയെടുത്ത് ചുവന്ന് ഞാൻ കുറച്ച് ദൂരം നടന്ന് റോട്ടിൽ പോയി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് 7-8 കിലോമീറ്ററിനപ്പുറം അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാൽ ഞാൻ ഇവിടെ എത്തിയത്. അല്ല, ഇങ്ങനത്തെ ഒരു ഇൻസൾട്ടിങ് ഒക്കെ എങ്ങനെ സഹിക്കുന്നു താങ്കൾ? ഇതെനിക്കൊരു ഇൻസൾട്ടിങ് ആയിട്ട് തോന്നിയില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ സങ്കടം കൂടി പറഞ്ഞിട്ടുള്ള സംഭവം ഒക്കെ കൂട്ടേ പോലെ ഇൻസൾട്ടായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. പുള്ളിക്കാരി പോട്ടെ, അതൊന്നും കാര്യമില്ല. അപ്പോൾ ബംഗാളി സിനിമ ഒരു പറയാം, എന്താ ഞാൻ ബംഗാളിയെക്കുറിച്ച് പറയാം. ഓക്കെ, മിസ്റ്റർ ബംഗാളിയെക്കുറിച്ച് പറയാം. തീർച്ചയായിട്ടും. മിസ്റ്റർ ബംഗാളി എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരാളാണ്. അമ്മ ഇയാളുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ അമ്മ ഉറങ്ങുന്ന മണ്ണായതുകൊണ്ട് ഇയാൾ ഈ നാട് വിട്ട് പോകാണ്ട് പല വീടുകളിലും വീട്ടുജോലിയും പറമ്പിലെ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഒരു കാരണവുമില്ലാതെ ഒരാവശ്യമില്ലാതെ ആൾക്കാർ
ആൾക്കാർ തല്ലുകയും അവഹേളിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പാവപ്പെട്ട ബംഗാളി. നമ്മൾ ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള ബംഗാളികളെ കുറിച്ചിട്ടല്ല നമ്മൾ കൂടുതലും കേൾക്കുക. പക്ഷെ ക്രൈമിൽ പെടുന്ന എല്ലാവരും ബംഗാളികളല്ല കേട്ടോ, വേറെ അന്യ സംസ്ഥാനത്തിലുള്ള ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. മമ്മൂക്കെ കാണണം എന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ലക്ഷ്യമാണ്. അതാണ് കേരളം വിട്ട് പോകാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം കൂടി അതും കൂടെ ഈ സിനിമയിൽ പറയുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നത്. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതിപ്പോൾ സിനിമ തന്നെ തീരുമാനിക്കണം. അതെ അല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചു വെച്ചൊന്നുണ്ട്, ഒത്തിരി സങ്കടങ്ങൾ മനസ്സിലിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നു. താങ്കൾ ഇവിടെ ഇരിക്കുമ്പോഴും സംസാരത്തിനും താങ്കളുടെ മുഖത്തും കണ്ണുകൾ നോക്കുമ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ താങ്കൾ പറയുമ്പോൾ തന്നെ കണ്ണു പൊത്തി പോകുമ്പോൾ എൻ്റെ ഫീൽ എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാനൊരു കാര്യം, ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ആരും ഇങ്ങനെ പെരുമാറാൻ പാടില്ല, ഒരു മനുഷ്യൻ്റെ അടുത്തും പെരുമാറാൻ പാടില്ല. എനിക്ക് ഇന്ത്യൻ റെയിൽവേ എടുത്ത ദേഷ്യം ഞാൻ പറയാൻ. എന്തിനാ ഞാൻ വന്നതിന് മുമ്പേ ട്രെയിൻ പോയി ഒന്ന്, രണ്ടാമത് ഞാൻ വന്ന ട്രെയിൻ എന്തിനാ ഇത്രയും ലേറ്റ് ആക്കിയത്? ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇന്ത്യൻ റെയിൽവേയോട് പറയാനുള്ള കാര്യം. ഇത് നമുക്ക് മാത്രമല്ല, ഇത് പലർക്കും പറ്റുന്ന കാര്യമുണ്ട്. നമുക്ക് എറണാകുളത്ത് ഇറങ്ങുക, അവിടെ പോയിട്ട് അത്യാവശ്യങ്ങൾ ഒരുപാടുണ്ടോ. ഈ പ്ലാറ്റ്ഫോം എത്തുന്നതിൻ്റെ 1-2 കിലോമീറ്ററിനപ്പുറത്ത് ഒരു വഴി പോലും ഇല്ലാത്ത സ്ഥലത്തെ കൊണ്ട് വണ്ടി അനാവശ്യമായിട്ട് 40 മിനിറ്റോളം പിടിച്ചിടുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനാണ് ഇവർ ചെയ്യുന്നത്? പൊട്ടിക്കരഞ്ഞിട്ടില്ല ഒത്തിരി? ഈ കരയാൻ എനിക്കറിയില്ല. നമ്മൾ കൂടുതൽ ഈ ദേഷ്യപ്പെടുകയും സങ്കടങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക? സങ്കടങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താ, കണ്ണൊക്കെ നിറയും. കണ്ണ് നിറയാത്ത ആൾ മനുഷ്യനല്ലല്ലോ. കണ്ണൊക്കെ നിറയും, കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒന്നിനും അതൊക്കെ അപ്പോഴേ നമ്മൾ എത്ര വലിയ സങ്കടമായിരുന്നാലും എത്ര വലിയ സന്തോഷമായിരുന്നാലും അതൊക്കെ കുറച്ച് നേരമേ എന്നിലുണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ അത് മാറും. സങ്കടം വരുമ്പോൾ കുട്ടി പാടുമോ? എപ്പോഴും അത് തന്നെയല്ലേ നമ്മൾ. അതേതാണ് സങ്കടം വരുമ്പോൾ പാടുന്ന പാട്ട്? സങ്കടം വരുമ്പോൾ പാടാൻ പറ്റിയ എത്രയോ പാട്ടുകളുണ്ട്. സിനിമ പാട്ട് 4 ലൈൻ പാടിക്കേ. ഒരു 4. എനിക്കിത് സങ്കടമായിട്ട് തോന്നിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായിട്ട് സങ്കടപ്പെട്ടു ഞാൻ ആ ഒരു സീൻ. കാണാത്ത വിധിയുടെ ബലിക്കൽപ്പുരയിൽ കാലം മനുഷ്യനെ നടക്കു വെച്ചു, മിഥ്യയാം നിഴലിനെ മിണ്ടാത്ത നിഴലിനെ സത്യമിതേവരെ പിന്തുടർന്നു, വെറുതെ പിന്തുടർന്നു. ഇത് പാട്ടിൽ ഞാൻ എപ്പോഴും പാടുന്ന പാട്ടിനകത്തുള്ളൊരു വരി. പാട്ട് ഫുള്ളായിട്ട് എപ്പോഴും കേട്ടോ ഇടയ്ക്ക്. ഓക്കെ, അത് തന്നെയാണ് ഈ പാട്ട് അവസ്ഥയാണ് ഇപ്പോൾ. അതെ, നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഒരിക്കലുമില്ല. പക്ഷേ ഞാൻ ഇതുവരെ ജീവിച്ചിരുന്ന എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ എത്രയോ മുകളിലാണ് ഞാൻ. വളരെ അതിൽ ഭയങ്കര സന്തോഷവാനാണ് ഞാൻ. കാര്യം നമ്മൾ റോഡിൽ നടന്നു പോകുമ്പോൾ ഇഷ്ടമുള്ളവർ വന്ന് ഒരു കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിക്കുക, അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളല്ലേ. അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതിലൊക്കെ ദുഃഖങ്ങൾ ഒരു വഴിക്കും സന്തോഷങ്ങൾ വേറെ വഴിക്കും. കലാകാരൻ എന്നിൽ സ്ക്രീനിൽ വരുമ്പോൾ അവരെ ചിരിപ്പിക്കാനാണ് ചിരിപ്പിക്കുന്നത് അല്ലേ? അതെ, നമ്മുടെ ഉള്ളിലെ ദുഃഖമൊക്കെ അവിടെ മാറ്റിവെക്കുന്നു. അതെ അല്ലേ? അനുഭവത്തിൽ ഏറ്റവും ഒരു പാഠം എന്താ? അനുഭവിച്ചാൽ ഏറ്റവും ഒരു പാഠം ഉണ്ടാവുള്ളൂ. അത് ഏതായിരിക്കും? അതെനിക്ക് മനസ്സിൽ, അല്ലെങ്കിൽ ഇതെനിക്ക് വേണം, അല്ലെങ്കിൽ ഇത് എൻ്റെ മനസ്സിൽ ആഴത്തിൽ തറച്ചു എന്ന് തോന്നുന്ന ഒരു പാഠം എന്തായിരിക്കും? അത് എൻ്റെ മനസ്സിൽ ആഴത്തിൽ തറച്ചതായിട്ടുള്ളത് എന്താ, അച്ഛൻ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്തെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നാണ്. പിന്നെയുള്ള അമ്മ ഞങ്ങളെ വളർത്താൻ വേണ്ടി കടകളിൽ വെള്ളം കോരി കൊടുത്തൊക്കെയാണ് അമ്മ വളർത്തി. അതൊക്കെ നമ്മളെ മനസ്സിൽ ഓർക്കുമ്പോഴൊക്കെ ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളാണ്. പിന്നീട് എനിക്ക് കിട്ടിയ ഒരു ഉപദേശം, അതെൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നത്. അവൻ ഇപ്പോൾ ഇല്ല, അവൻ മരിച്ചുപോയി കുറച്ച് വർഷങ്ങളായി. അവൻ പറഞ്ഞത്, നമ്മളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ മുറുകെ പിടിക്കുകയാണ്, അത് പ്രകൃതി സാധ്യമാക്കി തരുമെന്നാണ്. എൻ്റെ ജീവിതത്തിലും ആ ഒരു പാഠമാണ്. കാര്യം ഞാൻ സിനിമയെ അത്രമാത്രം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. IVCC സാറിനെ സ്ഥിരം ശല്യപ്പെടുത്തുന്ന ഒരാളായിരുന്നു അസോസിയേറ്റ് ഡയറക്ടറാകാൻ. ഓക്കെ, ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു, വരാൻ പറഞ്ഞു, സിനിമയുടെ അടുത്ത വർക്കിൽ വരാൻ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ബൈ ഇലക്ഷൻ നടക്കുകയായിരുന്നു. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പാർട്ടി പിളർന്നു, നേതാക്കന്മാരും ബഹുഭൂരിപക്ഷം പ്രവർത്തകരൊക്കെ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി, പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കോൺഗ്രസ്സിന് അവിടെ പ്രവർത്തിക്കാൻ ആൾ വളരെ കുറവായിരുന്നു. ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിലേക്ക് പോകാൻ എനിക്ക് പാർട്ടിക്ക് വേണ്ടിയിരുന്നു സാധിച്ചില്ല.
പിന്നീട് എന്താ പറയുക, പാർട്ടിയിലും ഞാനൊന്നും ആയില്ല. അതിനെനിക്ക് യോഗ്യതയില്ലായിരിക്കും. അത് പാർട്ടി ഒരാളിനെ അയാളുടെ കാര്യങ്ങളെല്ലാം കൂടി നോക്കിയിട്ടാണല്ലോ പാർട്ടിയിൽ വലിയ തെറ്റിലേക്കൊക്കെ വരയ്ക്കുക വരാൻ. അതും എനിക്കൊരു ഭയങ്കര സങ്കടമായിട്ടൊരു കാര്യം. രണ്ടും നോക്കുമ്പോൾ അന്ന് അതിന് പോയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഡയറക്ടറായേനെ. സാറിൻ്റെ കൂടെയാണ് പോകുന്നത്. അത് പോയിരുന്നെങ്കിൽ സിനിമ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ദാരാദാസ് എസ് ബൽറാം സിനിമ. അത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്നെങ്കിലും എനിക്ക് ഞാനിപ്പോൾ ഒരു നല്ലൊരു അസോസിയേറ്റ് ഡയറക്ടറെങ്കിലും ആകാൻ പറ്റുമായിരുന്നു. പാർട്ടിയിൽ നിന്നുകൊണ്ട് അവിടെയും ഒന്നും ആയില്ല, സിനിമയിലൊന്നും അങ്ങനെ. എങ്കിലും സിനിമ നമ്മളെ കൈവിട്ടില്ല. അത് എബ്ദുൽ ഹുസൈൻ സാർ എന്ന ആളുടെ ഇതിലൂടെ നമ്മൾ സിനിമയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്നെ എത്തിക്കുന്നത് ജോബി സാറാണ്. ഞങ്ങളുടെ ഒരു ബോബി എന്ന് പറഞ്ഞിട്ട് സാറുണ്ട്. ബോബി സാറാണ് എന്നെ വീഡിയോ കൊണ്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ ബോബി സാറിന് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് എൻ്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരനാണ് ശ്രീജിത്ത്. അവനാണ് ഇങ്ങനെ, അവന് ഭയങ്കര സംഭവമാണ്. പാട്ടിനെ പറ്റിയാണ് പറയുക, അഭിനയത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ പാട്ടുകളൊക്കെ അപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഈ ലാപ്ടോപ്പിനെ കുറിച്ചൊന്നും നമുക്ക് അത്ര വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഈ ലാപ്ടോപ്പിൽ എൻ്റെ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് സാറിനെ കൊണ്ട് കാണിച്ചു. അങ്ങനെ സാറ് നമുക്ക് കിട്ടുമോ കൊണ്ടുവരും. ഞാൻ അവരെ ആ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ ഞാൻ കരുതിയത് പാട്ടെടുക്കും, പാട്ട് പാടാനാണെന്നുള്ളതാണ്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം സാറ് പറഞ്ഞു അഭിനയിക്കാൻ പോകും എന്നൊക്കെ ചോദിച്ചത്. പിന്നെ ഈ വേണ്ടാന്ന് പറഞ്ഞ് എന്തിനാ ആ പാട്ടും കൂടെ സിനിമയിൽ വരാതാക്കണമെന്ന് കരുതി പിന്നെ ചെയ്തത്. പക്ഷേ ആ സിനിമയിലെ പ്രകടനങ്ങളൊന്നും എൻ്റെതല്ല, ഒക്കെ എബ്ദുൽ ഹുസൈൻ സാർ കാണിച്ചു തന്നതാണ്. ഡയറക്ടറിൻ്റെ അത് കാണിച്ചു തന്നതാണ് ഞാൻ ചെയ്തത്. നമ്മൾ ചെയ്തു. ഇങ്ങനെ കൈകുപ്പി ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ വല്ലാത്തൊരു നിപ്പ അത് കാണിച്ചു തന്നതാണ്. വല്ലാത്തൊരു നിപ്പ സാറ് കാണിച്ചു തന്നതാണ്. നമ്മൾ അഭിനയം പഠിച്ചത് അവിടെ നിന്നാണല്ലോ, തുടങ്ങിയത് അവിടെ നിന്നാണ്. ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായേക്കണ ഇപ്പോൾ 2 കാര്യം പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ മുഹൂർത്തം ഏതായിരിക്കും? ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ, ഷൂട്ടിന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ. ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടത് എന്നെ തന്നെയാണ്, എൻ്റെ സ്വഭാവങ്ങൾ തന്നെയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ളത് എൻ്റെ ഒരു തെറ്റാണ്. ഒരു എനിക്ക് പറയാനുള്ള ഒരു സംഭവം, ഒരു വെറുമൊരു സംഭവമാണ്. പക്ഷെ ഞാൻ ഉറങ്ങാൻ പാടില്ലായിരുന്നു അല്ലേ. എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ യാത്രയുണ്ട്, വണ്ടിയിൽ നിന്ന് ഉറങ്ങായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാണ് എനിക്ക് വെറുക്കപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ ദേഷ്യം എന്തിനോടാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉള്ളത് കൈനീട്ടുന്ന ഒരാളിന് ഒന്നും കൊടുക്കാതെ പോകുന്നവരോടാണ്. ഇപ്പോൾ പലരും പല ന്യായങ്ങൾ പറഞ്ഞു. ഭിക്ഷക്കാരൻ, അവന് വേറെ സ്വത്തുക്കൾ കാണും, കോടികൾ കാണും, അവിടെ അത് കാണും, ഇത് കാണും, ഒക്കെ കാണും എന്നൊക്കെ പറയും. പക്ഷെ അയാൾ നമ്മുടെ മുമ്പേ കൈ നീട്ടിയല്ലേ. കൈ നീട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുത്തു തന്നെ ആവണം. കൈ നീട്ടുന്ന ഒരാളിന് ഒന്നും കൊടുക്കാതെ പോകുന്നത് ദേഷ്യമാണ്, അവരുടെ ദേഷ്യമാണ് അല്ലേ. സ്വന്തമായിട്ട് ഇനി എന്തെങ്കിലും വാങ്ങണമെന്ന് ഒത്തിരി ആഗ്രഹങ്ങൾ. എനിക്ക് ഉടനെ എന്തെങ്കിലും വാങ്ങണമെന്നുള്ള ആഗ്രഹമുള്ളത് എന്തായിരിക്കും? വീട്. സ്വന്തമായിട്ട് വീടായിട്ടില്ലല്ലോ നമുക്ക്. വീട് വേണം, അതാണ്. എനിക്കല്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു വീട്. വാടകയ്ക്കാണ്? വാടകയ്ക്കാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു വീട് വേണം. അതിനുള്ള യാത്രയും ഓട്ടമാണ്. അപ്പോൾ എന്താണെന്നറിയോ, ഈ ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്ക് കുറേ നല്ലൊരു കാശ് കിട്ടിയതാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. പലരും വാങ്ങിച്ചിട്ട് പോയി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളും തന്നില്ല. തിരിച്ചു തരും, അവർക്കും കിട്ടാൻ പറ്റാണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെയൊക്കെ കൊറോണ വന്ന്, കോവിഡ് വന്ന്, അവരും പെട്ടുപോയി, ആകെ പെട്ടുപോയി. പക്ഷെ എനിക്ക് കിട്ടിയ കാശൊന്നും ഞാൻ ദൂർത്തടിച്ച് കളഞ്ഞിട്ടില്ല. വെള്ളമടിച്ചോ ചൂതാടിയോ മറ്റെന്തെങ്കിലും അവർ നശിപ്പിച്ചിട്ടില്ല. ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കത് തരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാനും പെട്ടു, എല്ലാവരും പെട്ടു. അവരും തിരിച്ചു തന്നിട്ടില്ല. പിന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. അവർ ആ സിനിമയിൽ അതിൻ്റെ ഡയറക്ടർ എന്നെ വിളിക്കുന്നത്, എന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് വിളിക്കുന്നത്. അവർ വിളിക്കുമ്പോൾ 25,000 രൂപ അഡ്വാൻസ് തന്നു. കുറേ ദിവസം അഭിനയിച്ചു. പിന്നീട് ആ സിനിമ റിലീസ് ചെയ്യാൻ തിയേറ്ററുകൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ 1 ലക്ഷം രൂപ വീണ്ടും വായ്പ വാങ്ങി. 25,000 രൂപ തന്നവർ 1 ലക്ഷം രൂപ എൻ്റെ മേടിച്ചു. അവരിൽ ഒരു 10,000 രൂപ എന്തോ അയാൾ തിരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പോയിട്ടുണ്ട്. പറയുന്ന പൈസകളൊന്നും കിട്ടാറില്ല അല്ലേ? അല്ല, ഇവരിങ്ങനെയാണല്ലോ. കുറേ കഴിയുമ്പോൾ ഷൂട്ടൊക്കെ തീരാറാകുമ്പോൾ അപ്പോഴത്തേക്ക് തന്നെ ഈ സിനിമ ഇപ്പം തന്നെ നമ്മുടെ ഈ സിനിമയിൽ, ബംഗാളി സിനിമയിൽ ഒരു സെറ്റ് ഇട്ട്, ഒരു ബംഗാളിയുടെ കുടിൽ. വളരെ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല, ചിലവുള്ള സംഭവമല്ല. പക്ഷെ അത് കത്തി നശിച്ചു പോയി. അത്രയും പൈസ പോയില്ലേ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് പോകണല്ലേ. അതുപോലെ ഗതാഗതമായിരുന്നാലും ഭക്ഷണമായിരുന്നാലും താമസമായിരുന്നാലും അങ്ങനെയൊക്കെ ഒരുപാട് ഒരു കണക്ക് കൂട്ടുന്നതിനപ്പുറം പൈസ ചിലവായി പോകും. അപ്പോൾ പിന്നെ അവരോട് നമ്മൾ എന്ത് ചെയ്യാനില്ല. നമുക്കുള്ളത് എപ്പോഴാണെങ്കിലും വരും. ഒരു ലോട്ടറി അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോട്ടറി എടുക്കലാണ് കൂടുതൽ. ലോട്ടറി അങ്ങനെ ഞാൻ എടുക്കാറില്ല. ഈ വഴി ആരെങ്കിലും ചേട്ടാ ഒന്ന് എടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ
എടുക്കും. പൈസ ലോട്ടറിയിലാണ് ഇപ്പൊ പ്രതീക്ഷ. ഇല്ല, അത് എല്ലാ ലോട്ടറികളും പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ 40 രൂപ ലോട്ടറി ആണെങ്കിൽ ഞാൻ 50 രൂപ കൊടുത്ത് എടുക്കണം. 40 കൊടുത്ത് അല്ലേ? ഇത് ഞാനിപ്പോൾ പറയുന്നത് എന്നെ പൊക്കി പറയുന്നത് എന്നെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി പറയണമെന്നല്ല. ലോട്ടറി അടിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അത് ഓപ്പണായിട്ട് പറഞ്ഞല്ലോ. അതാണ്, ലോട്ടറി അടിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഈ പറ്റിക്കപ്പെട്ട ഏറ്റവും പറ്റിക്കപ്പെട്ടത് ഓർത്തെടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ഞാൻ ആദ്യം പറഞ്ഞ സംഭവം തന്നെയാണ്. കൊള്ളാം, അഭിനയം കൊള്ളാം, അടിപൊളിയായിരിക്കുന്നു, നമുക്ക് ഒരുമിച്ച് കൂടണം. അത് ആദ്യം പറഞ്ഞ തന്നെ അല്ലേ? എന്തായാലും ഒത്തിരി നല്ല സിനിമകൾ ചെയ്യട്ടെ ചേട്ടാ. ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഞാനൊക്കെ പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു ആദ്യ എബ്രഹിമിൻ്റെ പടം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ നാട്ടിലെ തൊടുപുഴയിലെ ഒരു കോളേജിൽ കൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ ആ തുറന്ന ജീപ്പിൽ യാത്ര ചെയ്ത് പോയി സ്റ്റേജിൽ നിന്നും കുട്ടി പാട്ട് പാടി. ഞാനായിരുന്നു അന്ന് അവിടെ കൊണ്ടുപോയത്, തൊടുപുഴ അല്ലസാർ കോളേജിൽ. ആദ്യ പ്രൊമോഷൻ നിലയിലാണ് ഞാൻ അവിടെ കൊണ്ടുപോയത്. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുകയാണ്. അന്ന് അവിടെ കൊട്ടി, അന്ന് സ്റ്റേജിൽ അതേ പാട്ട് കൊട്ടി പാടിയ ഒരു വ്യക്തിയാണ്. അന്ന് ഇന്ന് എവിടെയും ചേട്ടൻ കിട്ടിയ അങ്ങനത്തെ പാട്ടുകളിലെ ഒരു ഗുണമുണ്ട്. ഇപ്പോഴും അവിടെ തന്നെയാണ്. ഈ ആക്ഷൻ ബിജു തുടങ്ങിയെടുത്ത് തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. അതിപ്പോൾ ഈ ബംഗാളി വരുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവും. ബംഗാളി വരുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവും. അവിടെ തോന്നുന്നു, പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയ്ക്കൊപ്പം സിനിമ വളരട്ടെ. ഈ പറയുന്ന പോലെ നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പം നിർമ്മാതാവിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാം, ഡയറക്ടറിന് മുതൽ അവർ വന്ന് കയറുന്ന ആ സ്ഥിതിയൊക്കെ മാറട്ടെ. എൻ്റെ സമയത്തിന് വരുന്നതിലേക്ക് എത്തേണ്ട നടൻ തന്നെയാണ്, എത്തിയതുമാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, എനിക്ക് ഭയങ്കര പേഴ്സണലി സങ്കടം തോന്നി. അങ്ങനെ ബംഗാളി എന്ന സിനിമ വിജയിക്കുമെന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പെന്താണെന്ന് വെച്ചാൽ, എത്ര തിരക്കുള്ളതായിരുന്നാലും എത്ര പ്രശ്നങ്ങളുള്ളതായിരുന്നാലും ചേട്ടാ ഒരു ഫോട്ടോ എടുക്കാൻ പോകുമെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ക്യാമറ വാങ്ങിച്ച് എടുത്തു കൊടുത്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവർ മാത്രം കണ്ടാൽ മതി ഈ സിനിമ. അതാണ് സത്യം. അവർ മാത്രം ഈ സിനിമ കണ്ടാൽ മതി. അത്ര ഇഷ്ടത്തോടു കൂടിയാണ് പറയുന്നത്. അവർ മാത്രം ഈ സിനിമ കണ്ടാൽ ഈ സിനിമ വിജയിക്കും. പ്രൊഡ്യൂസറിന് രക്ഷയുണ്ടാവും, അതോടൊപ്പം തന്നെ ഒരു നടൻ്റെ വളർച്ചയും ഉണ്ടാവും. നിങ്ങൾ മാത്രം സിനിമ കണ്ട് വിജയിപ്പിക്കുക. നല്ല സിനിമയെന്ന് സ്വയം പറയുന്നു, അത് കണ്ട് തന്നെ വിലയിരുത്തണമെന്ന് മാത്രമാണ് ഞാനും അപേക്ഷിക്കുന്നത്. ഒരൊറ്റ പാട്ട് കൊട്ടിപ്പാടി നമുക്ക് അവസാനിപ്പിക്കാം. ഈ സിനിമയിൽ ഞാൻ പാട്ടൊന്നും പാടിയിട്ടില്ല. ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടമുള്ളത്? ഇപ്പോൾ എറണാകുളമല്ലേ? പാലാരിവട്ടം പാലത്തിൻ്റെ ചോട്ടിൽ മൂവന്തി നേരത്തെൻ്റെ വണ്ടി, പാലാരിവട്ടം പാലത്തിൻ്റെ ചോട്ടിൽ മൂവന്തി നേരത്തെൻ്റെ വണ്ടി, പച്ച വെളിച്ചം കാത്തന്നു നിൽക്കുമ്പം പച്ചച്ചുരിദാറിട്ട് ൊരു പെണ്ണൻ മുന്നിലൂടെ മെല്ലെ മെല്ലെ നടന്നു പോയി, അവൾ പഞ്ചാര പുഞ്ചിരി തന്നേ പോയി. ഇങ്ങനെ നടന്നിട്ടില്ല, നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ. സുരേഷേട്ടന് ഇഷ്ടപ്പെടുന്നവരും ഇനി കൂടുതൽ ഇഷ്ടപ്പെടട്ടെ. ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടു താങ്കളുടെ കഥാപാത്രം, താങ്കളുടെ ഒരു അല്ല, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ഈ കുറേ ഫംഗ്ഷനൊക്കെ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റാതായിട്ടുണ്ട്. സ്വാഭാവികമാണ്. അവർക്കൊക്കെ എന്നോട് ഇഷ്ടം തോന്നണമെന്ന് ഇല്ല, എങ്കിലും അവരും കൂടി ഇഷ്ടപ്പെടണം. സിനിമ കാണണം, സിനിമ വിജയിപ്പിക്കണം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു വെരി മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.